കാനഡ കോളേജുകൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഗുജറാത്തിൽ നിന്നുള്ള 4-അംഗ കുടുംബം US-കാനഡ അതിർത്തിയിൽ തണുത്തുറഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ED ഇക്കാര്യം കണ്ടെത്തിയത്. മനുഷ്യക്കടത്തുകാരുടെ ആഗോള തലത്തിലുള്ള സംഘവും കനേഡിയൻ കോളേജുകളും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണത്തിനിടെ വെളിവാക്കപ്പെട്ടത്. കാനഡയിലെ കുറഞ്ഞത് 260 കോളേജുകളെങ്കിലും അനധികൃത കുടിയേറ്റക്കാർക്ക് US-ലേക്ക് പ്രവേശിക്കുന്നതിന് കനേഡിയൻ പാത തിരഞ്ഞെടുക്കാൻ സ്റ്റുഡൻസ് വിസ നൽകുന്നുണ്ടെന്ന് ED പറഞ്ഞു. 2022 ജനുവരി 19-ലാണ് 4 പേരടങ്ങുന്ന ഗുജറാത്തി കുടുംബം US-കാനഡ അതിർത്തിയായ മാനത്തോബയിൽ കൊടും തണുപ്പിൽ മരിക്കുന്നത്. ജഗദീഷ് പട്ടേൽ, വൈശാലി, ഇവരുടെ 1 വയസ്സുള്ള മകൾ, 3 വയസ്സുള്ള മകൻ എന്നിവരാണ് അനധികൃതമായി US-ലേക്ക് കടക്കുന്നതിനിടെ മരിച്ചത്. -37°C താപനിലയിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു. കാനഡ വഴി US-ലേക്ക് ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്താൻ EDയെ ഈ സംഭവം പ്രേരിപ്പിക്കുകയായിരുന്നു. കാനഡ വഴി US-ലേക്കുള്ള അനധികൃത കുടിയേറ്റം സുഗമമാക്കുന്ന ശൃംഖല പ്രവർത്തിപ്പിച്ചു എന്നാരോപിച്ച് ഭവേഷ് അശോക് ഭായ് പട്ടേലിനും മറ്റുള്ളവർക്കുമെതിരെ അഹമ്മദാബാദ് പോലീസ് FIR ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് ED അന്വേഷണം ആരംഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത്. ഈ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാം. മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കനേഡിയൻ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നതിന് പട്ടേൽ ആളുകളെ സഹായിക്കും. ഈ വ്യക്തികൾ കനേഡിയൻ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിച്ചുവെങ്കിലും എത്തിച്ചേരുമ്പോൾ, അതായത് കോളേജുകളിൽ ഹാജരാകുന്നതിൽ പരാജയപ്പെട്ടതായി EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പകരം US-ലേക്ക് കടക്കുന്നതിന് നിയമവിരുദ്ധമായ വഴികൾ തേടി. കമ്മീഷൻ കൈക്കലാക്കിയ ശേഷം കോളേജുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഫീസ് തിരികെ നൽകിയതായും ആരോപണമുണ്ട്. ഇതാണ് സംഭവത്തിൽ കോളേജുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം ഉയർത്തിയത്. ഇന്ത്യക്കാരെ അനധികൃതമായി US-ലേക്ക് എത്തിക്കുന്നതിനായി ഏജന്റുമാർ കാനഡയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രവേശനം ക്രമീകരിച്ച് സ്റ്റുഡന്റ് വിസയിൽ അയച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. കാനഡയിൽ എത്തിയ ശേഷം കോളേജിൽ ചേരുന്നതിന് പകരം അവർ അനധികൃതമായി US-കാനഡ അതിർത്തി കടക്കുകയായിരുന്നു. ED അറിയിച്ചു. കാനഡയിലെ 262 കോളേജുകൾ ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരെ കടത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടാകാമെന്ന് ED സംശയിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ 60 ലക്ഷം രൂപ വരെ നൽകുന്നു, പിന്നീട് ഇരയാക്കപ്പെടുന്നു. സ്റ്റുഡന്റ് വിസയിലൂടെയുള്ള പ്രവേശനം സൗകര്യപ്രദമാണെന്ന് ഇന്ത്യൻ പൗരന്മാർ കരുതുന്നു. സ്റ്റുഡന്റ് വിസയ്ക്കായും കാനഡയിലേക്ക് പോകുന്നതിനുമായി ഏജന്റുമാർ ഏകദേശം 55 മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കുന്നത്. മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, അതുപോലെ തന്നെ വഡോദര എന്നിവയുൾപ്പെടെ 8 സ്ഥലങ്ങളിൽ ED വിശദമായ തിരച്ചിൽ നടത്തി. ഈ പരിശോധനയ്ക്കിടെ വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളെ ED കണ്ടെത്തി. മനുഷ്യക്കടത്തിൽ കനേഡിയൻ കോളേജുകളുടെ ഇടപാടുകളും ഇത്തരം അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് അവർ എത്ര പണം ഈടാക്കിയെന്നതും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടെ അന്വേഷണത്തിന്റെ ഭാഗമായി ED 19 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ മരവിപ്പിക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തു. EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ 10, 19 തീയതികളിൽ മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിൽ നിന്ന് കനേഡിയൻ കോളേജുകൾ വഴി അനധികൃത കുടിയേറ്റക്കാരെ അയക്കുന്ന നിരവധി ഏജന്റുമാരുടെ ഓഫീസുകളിൽ ED പരിശോധന നടത്തിയിരുന്നു. 2 ഏജന്റുമാർ വഴി പ്രതിവർഷം 35,000 അനധികൃത കുടിയേറ്റക്കാരെ വിദേശത്ത് അയക്കുന്നതായി ED കണ്ടെത്തി. ഗുജറാത്തിൽ 1700 ഏജന്റുമാർ അല്ലെങ്കിൽ പങ്കാളികളും ഇന്ത്യയിലുടനീളം 3500 പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏകദേശം 112 കോളേജുകൾ മഹാരാഷ്ട്രയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനവുമായും 150-ലധികം കോളേജുകൾ മറ്റൊന്നുമായും കരാറിൽ ഏർപ്പെട്ടതായി കണ്ടെത്തി, ED പറഞ്ഞു.